ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. 301 സമീപത്തെ ഷെഡ് ചക്കക്കൊമ്പൻ തകർത്തു. ഐസക് വർഗീസിന്റെ ഷെഡാണ് ഇന്നലെ രാത്രിയിൽ ചക്കക്കൊമ്പൻ തകർത്തത്. ഷെഡിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു. സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. ഇന്നലെ ആനയിറങ്കലിലെ റേഷൻ കടയും ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. നാട്ടുകാർ ആനയെ തുരത്തിയതിനു ശേഷമാണ് വനംവകുപ്പ് അധികൃതർ എത്തിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രിൻസ് ചേരുന്നു. പ്രിൻസ്, വീണ്ടും ആനയുടെ ശല്യം ഇടുക്കിയിൽ ചിന്നക്കനാലിൽ രൂക്ഷമാകുന്നത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത്. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ചക്കക്കൊമ്പൻ തന്നെയാണ് എത്തിയതെന്നാണ് ഇപ്പോഴുള്ള പ്രാഥമിക വിവരം. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പക്ഷേ ആ ചക്കക്കൊമ്പൻ ഏതാനും ദിവസങ്ങളായി ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തിന്റെ തോട്ടം കാർഷിക മേഖലയിലൊക്കെ ഇറപ്പിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ രാത്രിയിൽ ഈ 301 ഷെഡിന് നേരെ ആക്രമണം ഉണ്ടായി. ഇവിടെ മണിക്കൂറുകളോളം ആന തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാർ പടക്കം പൊട്ടിച്ചാണ് ആനയെ ഇവിടുന്ന് തുരത്തിയത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ആനയിറങ്കലിലെ ഒരു റേഷൻ കടയ്ക്ക് നേരെയും ആക്രമണം നടത്തി. റേഷൻ കടയിൽ കഴിഞ്ഞ പുലർച്ചെ 4 മണിയോടെയാണ് അന്ന് ആക്രമണം നടത്തപ്പെട്ടത്. ആ സമയത്ത് ഈ കടയ്ക്കുള്ളിൽ ഒരു അമ്മയും കുട്ടിയും ഉണ്ടായിരുന്നു. ആ കടയിലെ ജീവനക്കാരി ഈ കടയിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. പിന്നീട് നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ ആനയെ തുരത്തിയതിനു ശേഷം മാത്രമാണ് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചത്. ഈ കടയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർത്ത സാഹചര്യമുണ്ട്. എന്തായാലും കട ഇവിടുന്ന് താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കാൻ സപ്ലൈ വിഭാഗം തേയിലത്തോട്ടം അധികൃതരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പതിനാറ് മേഖലയിൽ ഫെൻസിംഗ് അടക്കമുള്ള നടപടി സ്വീകരിക്കണമെന്ന് വനംവകുപ്പിനോടും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാലും വലിയ തോതിലുള്ള ആക്രമണം ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തുടർച്ചയായ ദിവസങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത്. പന്നിയാറിലെയും ആനയിറങ്കലിലെയും 301 ഒക്കെ വിവിധ മേഖലകളിലൂടെ എല്ലാ ദിവസവും എന്ന പോലെ ചക്കക്കൊമ്പനെ എത്തുന്നത് വലിയ ആശങ്കയ്ക്കാണ് ഇടവരുത്തുന്നത്. അക്ഷയ പ്രിൻസ്, അതിലൊരു കാര്യം, ഈ ഒരു നാട്ടുകാർ ആനയെ തുരത്തിയതിനു ശേഷമാണ് വനംവകുപ്പ് അധികൃതർ എത്തിയത് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതിലെന്താണ് സത്യാവസ്ഥ? പക്ഷേ പലപ്പോഴും ചിന്നക്കനാൽ മേഖലകളിലൊക്കെ ആനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന വലിയ തോതിലുള്ള ആരോപണം മുൻപ് വരുന്ന സാഹചര്യമുണ്ട്. പലതവണയും ഇത്തരത്തിൽ ആനയുടെ ആക്രമണം നടത്തുമ്പോൾ നാട്ടുകാർ ചേർന്ന പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചുമൊക്കെ ആനയെ തുരത്താനാണ് ശ്രമിക്കുന്നത്. അതായത് ആന എത്തി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലൊക്കെ നാട്ടുകാർ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ ആന ഇവിടുന്ന് മാറിയതിനു ശേഷം മാത്രമായിരിക്കും പലപ്പോഴും വനംവകുപ്പ് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ തോതിലുള്ളൊരു ആക്ഷേപം ഉയർത്തുന്നു. കാരണം കൃത്യമായ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് ആറാട്ട് ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നും അവയ്ക്ക് ഒരു നിർദ്ദേശം ആന ജനവാസ മേഖലയിലേക്ക് കടക്കുന്നു എന്നൊരു നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകാനും വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നും കൃത്യമായ ഒരു നിരീക്ഷണം ആനയെ നടത്തുന്നില്ല എന്നും ആരോപണമുണ്ട്. പലപ്പോഴും ആനയെ കൃത്യമായി നിരീക്ഷിക്കുമെന്നും വിവരങ്ങൾ ജനവാസ മേഖലയിലേക്ക് ആന കടക്കുന്ന സാഹചര്യം ഉണ്ടായാലും വിവരങ്ങൾ പ്രദേശവാസികളെ അറിയിക്കുമെന്നും ഒക്കെയുള്ള മുന്നറിയിപ്പൊക്കെ മുൻപ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ആന ഏത് സമയത്ത് ആന വരുന്നുണ്ടോ എന്നത് ഇവയെ കൃത്യമായി നിരീക്ഷിക്കാത്തത് തന്നെയാണ് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. അതുപോലെ തന്നെ ഇവയെ തുരത്താനും വനംവകുപ്പ് പലപ്പോഴും ജനങ്ങൾക്കൊപ്പം ചേരുന്നില്ല. ഈ ജനങ്ങൾ തുരത്തിയതിനു ശേഷം മാത്രമാണ് ഈ മേഖലയ്ക്ക് എത്തുന്നത് എന്നും ആരോപണം ഉണ്ട്. അക്ഷയ ശരി, വ്യക്തമാണ്. പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.